ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന നോമ്പ് ധ്യാന പരമ്പരയിലെ 3-ാമത്തെ ധ്യാനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിക്കോദിമോസിനോടുള്ള സംഭാഷണത്തിന് ശേഷം നിക്കോദിമോസ് മടങ്ങിപ്പോയപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് യേശു പഠിപ്പിച്ച വാക്കുകളാണ് ഇത്. മോശയെയും സർപ്പത്തെയും അറിയാവുന്ന ജനമാണ് അത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ ഏദോം പർവ്വതം ചുറ്റി ചെങ്കടൽ വഴിയായി കനാനിലേക്ക് യാത്ര തുടരുമ്പോൾ വഴി നിമിത്തം അവർ ക്ഷീണിക്കുകയും മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിക്കുന്നു. അവരുടെ സംസാരം മുന്നോട്ട് പോകുന്നു. പരാതിയും പഴിയും ദൂഷണവും പറഞ്ഞ നാവിൽ മന്നയ്ക്കെതിരായി പോലും അവർ സംസാരിക്കുന്നു. ദൈവം കൊടുത്ത ശ്രേഷ്ഠ പരിപാവനമായ മന്നയ്ക്കെതിരെ അവർ വർത്താനം പറയുന്നു. അപ്പോൾ അഗ്നിസർപ്പങ്ങൾ ഉണ്ടാവുന്നു, അവ അവയെ കടിക്കുന്നു. മോശ എങ്കിലും ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു. ദൈവം മോശയ്ക്കൊരു മറുമരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിയാൽ അതിനെ നോക്കുന്നവൻ ജീവിക്കും. ഇതൊരു അടയാളമാണ്. ജീവിതത്തിൽ എപ്പോഴും നിരാശാജനകമായ അവസ്ഥ ഉണ്ടെങ്കിലും അതിനെ നോക്കി ദൈവത്തോടും ദൈവിക മനുഷ്യരോടും ഗുരുക്കന്മാരോടുമൊക്കെ വെറുപ്പും വിദ്വേഷവും പരാതിയും പറഞ്ഞ് ജീവിക്കുന്ന നമുക്ക് മരണവഴിയാണ് ഉള്ളത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി നിരന്തരം അതിജീവിക്കുമ്പോൾ, നിരന്തരം പുതുക്കപ്പെടുമ്പോൾ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് പുതുജീവനും ശ്രേഷ്ഠ ജീവനും സമൃദ്ധിയായ ജീവനും നിത്യജീവനും ആണ്. മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവൻ, മരണത്തെ അതിജീവിക്കുന്ന ജീവൻ. മരണാനുഭവങ്ങളിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന അവസ്ഥകളിൽ നിന്നും ജീവനിലേക്ക് നമ്മെ വിളിക്കുന്ന നോട്ടമാണ് ക്രൂശിലേക്ക്. ക്രൂശിൽ ഉയർത്തപ്പെട്ട കർത്താവ് നമ്മെ ഓരോരുത്തരെയും അവൻ്റെ ജീവനിലേക്ക് വിളിക്കുന്നു. അവനിൽ ആശ്രയിച്ച്, അവനിൽ ശരണപ്പെട്ട്, അവനിൽ നങ്കൂരപ്പെട്ട് ജീവിക്കുന്നവർ ഓരോ ദിവസവും മരണശക്തികളെ അതിജീവിക്കുകയും മരണദർശനങ്ങളെ അതിജീവിക്കുകയും മരണാനുഭവങ്ങളിൽ നിന്ന് തേജസ്സുള്ള ജീവനിലേക്ക്, പുതുക്കത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുകയും നിത്യജീവനെ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ നിത്യജീവൻ്റെ സൗന്ദര്യം നുകരുന്ന ദിനങ്ങളാക്കി ഈ നോമ്പ് ദിനങ്ങൾ മാറട്ടെ. ആമേൻ.